UAE പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണെന്ന് ആദ്യം തികച്ച് ലോക്കലിൽ പറയാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം അനുസരിച്ചാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യയിൽ എത്തുന്നത്. അദ്ദേഹം ഇന്ന് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. UAE പ്രസിഡന്റ് ആയതിനു ശേഷം മൂന്നാമത്തെ സന്ദർശനമാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യയിലേക്ക് നടത്തുന്നത്. വ്യാപാരം, നിക്ഷേപം, വികസനം തുടങ്ങിയ മേഖലകളിൽ നിലവിലെ സഹകരണം മെച്ചപ്പെടുത്തുക, സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സെപ്പ കരാറിലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും. പ്രാദേശിക കറൻസി സെറ്റിൽമെന്റ് സംവിധാനം, ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തും. ഹരിത ഹൈഡ്രജൻ, സൗരോർജം തുടങ്ങി പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ വലിയ നിക്ഷേപം, സാങ്കേതിക സഹകരണ കരാർ, ഇന്ത്യ UAE പേയ്മെന്റ് സംവിധാനങ്ങൾ തമ്മിലുള്ള സഹകരണം, ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ഫുഡ് പാർക്കുകളിലെ അതിലെ UAE നിക്ഷേപം വർദ്ധിപ്പിക്കുക, ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ UAEയുടെ എമിറേറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴി കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക, AI, ഡേറ്റാ സെന്ററുകൾ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ വ്യാപിപ്പിക്കുക, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും. മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. 1981 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം നീണ്ട ഗ്യാപ്പിന് ശേഷം 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ എത്തുന്നതും അതിസുന്ദരമായ ഒരു സൗഹൃദത്തിനും സഹകരണത്തിനും വഴിയൊരുക്കുന്നതും. അതിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് UAE പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യയിലേക്ക് നടത്തുന്ന ഈ ഹ്രസ്വ സന്ദർശനം. ക്യാൻസർ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്, രക്തപരിശോധന കൊണ്ടുവന്നിരിക്കുകയാണ് ബുർജിൽ ആശുപത്രി. ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റിലൂടെ 70-ലധികം ക്യാൻസർ സാധ്യതകൾ, നമ്മുടെ ശരീരത്തിൽ അത്തരത്തിലുള്ള ക്യാൻസർ രോഗ സാധ്യതകൾ ഉണ്ടോ എന്ന് കൃത്യമായി അറിയാൻ, മുൻകൂട്ടി അറിയാൻ നമുക്ക് കഴിയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണിത്. സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ഈ രക്തപരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ബ്ലഡ് ടെസ്റ്റിന്റെ പ്രത്യേകത. ഈ ബ്ലഡ് ടെസ്റ്റിന് നമ്മൾ ഫാസ്റ്റിംഗിൽ ബ്ലഡ് എടുക്കുകയും ബ്ലഡ് സാമ്പിൾ എടുക്കുകയും ഒന്നും വേണ്ട, പ്രത്യേക തയ്യാറെടുപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ പോലെ പോയി ബ്ലഡ് കൊടുത്ത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താം എന്നാണ് അവർ പറയുന്നത്. 95 മുതൽ 98% വരെ അക്യുറസി, കൃത്യത ഇവർ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ നമ്മളിപ്പോൾ മാമോഗ്രാം നടത്തും, അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമാണ് കണ്ടെത്തുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി നടത്തുമ്പോൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ക്യാൻസർ സാധ്യതകളാണ് കണ്ടെത്തുന്നത്. പക്ഷേ ഈ ഒരൊറ്റ ബ്ലഡ് പരിശോധനയിലൂടെ 70 തരത്തിലുള്ള, പ്രത്യേകിച്ച് പാൻക്രിയാസ് ക്യാൻസർ അടക്കമുള്ള 70 തരത്തിലുള്ള ക്യാൻസർ സാധ്യതകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതേസമയം ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, ലുക്കീമിയ, ലിംഫോമ തുടങ്ങിയവ കണ്ടെത്താൻ ഈ പരിശോധനയ്ക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പരിശോധന ഒരല്പം കോസ്റ്റ്ലിയാണ്. നിലവിലെ സാഹചര്യത്തിൽ 7000 ദിർഹം മുതൽ 8000 ദിർഹം വരെയാണ് ഒരൊറ്റ രക്തപരിശോധനയ്ക്കായി ചെലവാക്കേണ്ടി വരിക. ഒരുപക്ഷെ ലോങ് ടേം അടിസ്ഥാനത്തിൽ, ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രക്തപരിശോധനയ്ക്ക് ചെലവ് കുറയുന്ന ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം. ക്യാൻസർ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന രക്തപരിശോധനയാണ് തങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്നാണ് ബുർജിൽ ആശുപത്രിയുടെ ക്യാൻസർ ചികിത്സാ വിഭാഗം മേധാവി പ്രൊഫസർ ഹുമൈദ് അൽ ഷംസി വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അബുദാബി നഗരത്തിലുള്ളവർ താമസിക്കുന്നത്. നുംബിയോ പുറത്തുവിട്ട പുതിയ സർവേയിലും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി 10ാം വർഷവും അബുദാബി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജീവിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപത്തിനും ഏറ്റവും അനുയോജ്യമായ അന്താരാഷ്ട്ര കേന്ദ്രമാണ് അബുദാബി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. 2017 മുതൽ തുടർച്ചയായി 10ാം വർഷമാണ് അബുദാബി ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്.